പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ബിസിനസ്സിന് വേണ്ട എല്ലാ ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും തരാൻ വേണ്ടി നമ്മുടെ ലീഡേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനും നമുക്ക് എല്ലാ ദിവസവും വെള്ളി തൊട്ട് എല്ലാ തിങ്കളാഴ്ച തൊട്ട് വെള്ളി വരെ നമുക്ക് എടുത്തു തരുന്ന ഈ iFlyers മീറ്റ് അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് എടുത്തു തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും ആ ലീഡേഴ്സിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് എല്ലാ ദിവസവും ഓരോ ലീഡേഴ്സ് വന്നിട്ടാണ് നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരുന്നത്. ഇന്ന് ഇവിടെ വരാൻ പോകുന്നത് നമ്മുടെ അരീക്കോടിന്റെ മണ്ണിൽ നിന്നും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഒരു മദ്രസ അധ്യാപകനായും ആ മദ്രസ അധ്യാപനം രാവിലെ കഴിഞ്ഞാൽ ഹാർഡ് വർക്കിലൂടെ ഒരു 4-5 ജോലികൾ കൂട്ടത്തിൽ ചെയ്തുകൊണ്ട് വരുമാനം നേടിയിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് ഈ ബിസിനസ് ഏറ്റെടുത്ത് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തി നമ്മൾക്കെല്ലാം നല്ല രീതിയിൽ ഒരു മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി കൂടിയാണ്. അപ്പോ ആ ഫാമിലി നല്ല രീതിയിൽ ഞങ്ങളുടെ ടീമിനെയും അദ്ദേഹത്തിന്റെ ടീമിലായ എന്നെയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ പേര് ലത്തീഫ് ഉസ്താദ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലത്തീഫ് സാറെ ഉസ്താദ് എന്ന് വിളിക്കുന്ന ലത്തീഫ് ഉസ്താദ് ആണ്. അദ്ദേഹത്തെ ഈ iFlyersന്റെ ഈ സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ അദ്ദേഹം സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ലത്തീഫ് ഉസ്താദ് ഫ്രം അരീക്കോട്. താങ്ക് യു സനൽ സാർ, നല്ല രീതിയിൽ എന്നെ ഇവിടെ പരിചയപ്പെടുത്തി. ഞങ്ങളുടെ ടീമില് എല്ലാ ലീഡേഴ്സും നോക്കിക്കാണുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്, കപ്പിൾസ് ആണ് സനൽ സാറും അതുപോലെ തന്നെ നിഷ മാഡം. നമുക്ക് എല്ലാവർക്കും റോൾ മോഡൽ ആയിക്കൊണ്ട് തന്നെ കമ്പനിയുടെ ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് ഇപ്പൊ അടുത്ത് അച്ചീവ് ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മളെ മെഗാ പ്രോഗ്രാമിലേക്ക് ഏരിയ ടീം കോർഡിനേറ്റർ ആകാൻ പോകുന്ന ലീഡറാണ് നമ്മുടെ സനൽ സാർ. വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ലത്തീഫ് ഉസ്താദ് ആണ്. ബേസിക്കലി മദ്രസ അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഈ ബിസിനസ്സിലെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണ്. നമുക്ക് വിജയിക്കാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഈ iFlyeers മീറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. iFlyeers മീറ്റിംഗ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ നമ്മുടെ ഓർഗനൈസേഷൻ പ്രത്യേകിച്ചും അതിന്റെ എല്ലാ ലീഡേഴ്സിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിന്റെ ഫൗണ്ടറായ മനോജ് സാറിനും ലതാ മേഡത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ സമയാസമയം ചെയ്തു തരുന്ന നമ്മുടെ എല്ലാ SPGയുടെ എല്ലാ ലീഡേഴ്സിനെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ അൽതാഫ് സാറ്, അതുപോലെ തന്നെ എന്റെ മെന്ററായ നിഷാന്ത് സാറ്, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ ഈ ഓർഗനൈസേഷനിലുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന് ആദ്യം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, കാരണം നമുക്കെല്ലാവർക്കും ഇതിൽ എത്തിപ്പെടാനും ഒരു ബിസിനസ് ഏറ്റെടുക്കാനും അതിലൂടെ വിജയിക്കാനൊക്കെ അവസരം തന്ന സർവശക്തനെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സാധാരണക്കാരായ വ്യക്തിയെ അസാധാരണക്കാരാക്കി മാറ്റി ഒരു സാധാരണക്കാരൻ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ ഒരു വലിയ മുതൽ മുടക്കില്ലാതെ, വലിയ ചെലവില്ലാതെ, അല്ലെങ്കിൽ വലിയ കഴിവും മറ്റൊന്നും ഇല്ലാതെ തന്നെ വലിയ ബിസിനസ്സുകാരനാക്കി മാറ്റുന്ന വലിയ ഒരു ഉത്തരവാദിത്തത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. അത് മനസ്സിലാക്കിയവരാണ് ഈ ബിസിനസ്സിന് സീരിയസ് ആയിട്ട് വരുന്നതും ഈ ബിസിനസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇത് മനസ്സിലാക്കിയ ആളുകളാണ്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഈ ബിസിനസ്സിൽ ഞാനും മൈ ലൈഫിന്റെ ആളാണ് എന്ന് പറഞ്ഞ് നടന്നത് കൊണ്ടൊരു കാര്യവുമില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഈ iFlyeers മീറ്റിംഗ് ഒരു STCന്റെ താഴെയുള്ള ആളുകൾ പോലും ഇതിൽ പങ്കെടുക്കുന്നില്ല. ഇത് നമ്മൾ വലിയൊരു ഓർഗനൈസേഷന്റെ ഒരു iFlyeers മീറ്റിംഗ് ആണെങ്കിലും രാവിലെ എണീക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയിച്ച ആളുകളൊക്കെ നേരത്തെ എണീറ്റവരാണ്. ഏതൊരു വ്യക്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാലും വലിയ വലിയ ബിസിനസ് മാൻമാർ, നമ്മളെ ഈ ബിസിനസ് മാത്രമല്ല ഏത് ബിസിനസ് ചെയ്യുന്ന ആളുകളും
വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാത്തവരാണ് അവര്. അതുകൊണ്ട് തന്നെ വിജയിച്ച ആളുകൾ ചെയ്യുന്നത് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. അപ്പൊ ആദ്യം മാറ്റേണ്ടത് നേരത്തെ എണീക്കുക എന്നുള്ള ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നേരം വെളുക്കോളം ഉറക്കമൊഴിച്ച് അതുപോലെ തന്നെ നേരത്തെ എണീക്കുന്ന ആ സ്വഭാവം, അതാണ് വിജയിച്ച ആളുകളൊക്കെ നേടിയെടുത്ത ആ സ്വഭാവം. അതായത് കൂടുതൽ സമയം വർക്കിലേക്ക് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളെല്ലാവരും നേരത്തെ എണീക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്. പക്ഷേ നമ്മൾ ഒരു ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ നേരത്തെ എണീക്കും, എന്റെ ടീമിന് ഞാനൊരു റോൾ മോഡൽ ആവും, ഞാൻ ഇതിൽ വിജയിക്കാൻ വന്നവരാണ് എന്ന ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളിത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ടീമും ഇതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ടീമിൽ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഹൈഫ്ലേസ് മീറ്റിംഗ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു ലീഡർ ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ വന്ന ആളുകളൊക്കെ നമ്മളെ ടീമിൽ നിന്ന് എത്ര പേരാണ് ഈ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുത്തത് എന്ന് എഴുതി ഓരോ ടീമിന്റെയും ഗ്രൂപ്പിലേക്ക് അവരെ ഹാജർ ദിവസം ഇടുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്നെ എന്റെ ലീഡർ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ഇതിൽ പങ്കെടുക്കാത്തത് എന്നെ കാണുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ റെക്കോർഡിക്കലായിട്ട് നമ്മളെ ഒരു ലെഡ്ജർ ബുക്കിൽ എഴുതി അത് നമ്മളെ ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കണം. അപ്പോഴാണ് നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമായി പറയുന്നത് ഹൈഫ്ലേസ് മീറ്റിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ബിസിനസ് നമുക്ക് ഹാർഡ് വർക്കിന്റെ ബിസിനസ് അല്ല. എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് ഇൻവെസ്റ്റർ, നമ്മൾ ESBA എന്ന് വിളിക്കുന്ന ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ESBI ഈ 4 കാറ്റഗറി മനസ്സിലാക്കിയവര് ഈ ബിസിനസ്സിൽ ഒരിക്കലും സീരിയസ് ആകാതിരിക്കൂല. അഥവാ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്. ഇതിൽ പുതിയ ആളുകൾ ഉള്ളത് കൊണ്ട് ഞാൻ പറയാണ്, ഇപ്പൊ ഇന്നലെയൊക്കെ ജോയിൻ ചെയ്ത ആളുകൾ ഇതിൽ ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്, എസ് എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയീസ്, അതായത് സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാകുന്ന ആളുകൾ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിവും അധ്വാനമൊക്കെ മറ്റുള്ളവർക്ക് സമർപ്പിച്ച് കൂലി വാങ്ങുന്ന ആളുകൾ. സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ അവരെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ. ഡോക്ടർമാർ, എഞ്ചിനീയർമാര്, കളിക്കാര്, പാട്ടുകാര്, യൂട്യൂബർമാരൊക്കെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ ബിസിനസ് കാറ്റഗറിയിലെ ആൾക്കാരാണ് വലിയ വലിയ ബിസിനസ്സുകാര്. അഥവാ നമ്മളില്ലെങ്കിലും കടന്നുറങ്ങുമ്പോൾ വരെ വരുമാനം വാങ്ങുന്നവരാണ് വലിയ വലിയ ബിസിനസ് ഓണേഴ്സ്. മറ്റൊന്ന് ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ, നമ്മൾ വിജയിക്കാൻ സാധ്യതയുള്ള മേഖലയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ. എന്നാൽ ഏതൊരു മനുഷ്യനും ആദ്യമായി ഈ പ്ലാൻ കേൾക്കുന്ന സമയത്ത് ES കാറ്റഗറിയിലായിരിക്കും. അവരുടെ മൈൻഡ് സെറ്റും അവരുടെ പെരുമാറ്റവും അവരുടെ നടത്തവും ഇരുത്തും ഒക്കെ ES എന്ന കാറ്റഗറിയിലായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് ഇൻവെസ്റ്റർ എന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ മാറണം. അത് മാറണമെങ്കിൽ നമ്മളെ തലച്ചോറിലേക്കാണ് അത് മാറാനുള്ള ഇന്ധനം കൊടുക്കേണ്ടത്. ആ ഇന്ധനമാണ് നമുക്ക് എന്നും രാവിലെ കിട്ടുന്ന ഹൈഫ്ലേസ് മീറ്റിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരോ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും നമുക്ക് തലച്ചോറിലേക്ക് ES എന്ന കാറ്റഗറിയിലേക്ക് മാറാനുള്ള ഇന്ധനമാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഹൈഫ്ലേസ് മീറ്റിന്റെ ഹാജർ നോക്കിക്കഴിഞ്ഞാൽ 20% പോയിട്ട് ഞാൻ പറയുന്ന ഒരു 5% ആളുകൾ പോലും ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ശതമാനം നോക്കുമ്പോൾ PI കാറ്റഗറിയില് വരുമാനം വാങ്ങുന്ന ആളുകള്, അൺലിമിറ്റഡ് വരുമാനവും കിടന്നുറങ്ങുമ്പോൾ വരെ വരുമാനം വാങ്ങുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ഇന്ന് കുറവാണ്. കാരണം നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റാൻ റെഡി അല്ലാത്തത് കൊണ്ടാണത്. ബിസിനസ് ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുന്ന സമയത്ത് നേരത്തെ എണീക്കേണ്ടി വരും, പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടി വരും, അതിന് ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ അതിന് നമ്മൾ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യണം. ആഴ്ചയിൽ നമ്മുടെ മലപ്പുറത്ത് നടക്കുന്ന GTS ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള GTS ആണെങ്കിലും അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാപ്പ എന്നും മീറ്റിംഗ്, എല്ലാ ആഴ്ചയിലും ഇപ്പൊ എന്തിനാ പ്രോഗ്രാമിന് പോണത്, എന്തിനാപ്പ GTS,
എല്ലാ ദിവസവും എന്തിനാ ഹൈഫ്ലേഴ്സ് മീറ്റിംഗ്? ഇതൊക്കെ ഒരു വട്ടം പറഞ്ഞു തന്നെയല്ല പിന്നെയും പറയുന്നത്. ഇതൊക്കെ പറയുന്ന ആളുകളും അതുപോലെ തന്നെ എന്തിനാ ഈ പ്രോഗ്രാമിൽ പോയിട്ട് ഒരു കട്ടൻ ചായ പോലും ഞമ്മക്ക് കിട്ടുന്നില്ല, ബിരിയാണി ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഈ എസ് കാറ്റഗറിയിലുള്ള മൈൻഡ് സെറ്റിലുള്ള ആളുകളാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഫോളോ അപ്പിലൂടെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ തലച്ചോറിലേക്ക് വേണ്ട ഇന്ധനം നിറക്കുമ്പോഴാണ് അവർ ബിസിനസ് ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് മാറുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു ലീഡർ ആണെങ്കിലും ഈ കാറ്റഗറിയിലേക്ക് മാറിയത് പ്രോഗ്രാമിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിനിക്ക് മനസ്സിനെ മാറ്റാനുള്ള പവർ ഉണ്ട്. അതായത് തലച്ചോറിന് കിട്ടേണ്ട ഇന്ധനം, അതായത് അറിവും വിശ്വാസവും എത്രത്തോളം നമുക്ക് കയറ്റാൻ പറ്റുമോ തലച്ചോറിലേക്ക്, അത്രത്തോളം നമുക്ക് ഈ ബിസിനസ്സിൽ ഉയരാൻ സാധിക്കും. ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മലപ്പുറം GTS നമ്മളൊക്കെ പങ്കെടുത്തവരാണ്, കുറെ ആൾക്കാർ പങ്കെടുക്കാത്തവരാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അതിലേക്ക് പോകുന്നതിന്റെ മുമ്പുള്ള മൈൻഡ് സെറ്റ് അല്ല നമ്മുടേത്. മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന വലിയ വലിയ പ്രോഗ്രാമുകൾ നമ്മളൊക്കെ നിശ്ചയിച്ചതാണ്. നമ്മളെ ഗ്രേറ്റ് ലീഡർ, നമ്മളെ ക്രൗൺ ഡയമണ്ട് മുബീൻ സാർ പങ്കെടുക്കുന്ന, ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിന്റെ എല്ലാ കമ്പനിക്കാരും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരേ ഒരു ലീഡറാണ് നമ്മുടെ മുബീൻ മുഹമ്മദ്. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ. നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത് മുബീൻ സാറാണ്, അഥവാ നമ്മുടെ ഈ ടീമിന്റെ ചുക്കാൻ പിടിക്കുന്ന ഗ്രേറ്റ് ലീഡർ. ഇതിനൊരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ് നമ്മുടെ ഓരോരോ ഹൈഫ്ലേഴ്സ് മീറ്റിങ്ങും GTSഉം പ്രോഗ്രാമുകളും നമ്മുടെ ഓരോ ടീമിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ അതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണോ പ്രോഗ്രാമുകൾ നല്ലവണ്ണം ഏറ്റെടുക്കുന്നത് അവരാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത്. അഥവാ എന്റെ വീട്ടിൽ ഒരു കല്യാണം നിശ്ചയിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രോഗ്രാം നിശ്ചയിച്ചാൽ എത്രത്തോളം നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിലേറെയായിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കാരണം ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം വിജയിക്കാനുള്ള ബിസിനസ് അല്ല. നമ്മുടെ ടീമിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവസാനത്തെ കണ്ണി പോലും ഈ ബിസിനസിന്റെ ഉപകാരം കിട്ടുന്ന ആളായിട്ട് മാറും. നമ്മൾ ഇപ്പം ചെയ്യുന്നതല്ല യഥാർത്ഥമായ ബിസിനസ്. ഇപ്പൊ ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല ഈ ബിസിനസ്. കാരണം തലമുറകളോളം വരുമാനം തരുന്ന, നമ്മൾ കിടന്നുറങ്ങുമ്പോഴും വരുമാനം തരുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ബിസിനസ്സാണിത്. അത് നമ്മുടെ ഓരോ ലീഡേഴ്സിന്റെയും ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഗ്രേറ്റ് ലീഡർ മുബീൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ലീഡേഴ്സും, നമ്മുടെ SPGയുടെ ഫൗണ്ടേഴ്സായ മനോജ് സാറും ലതാ മാഡവും, ഇവരൊക്കെ തുടക്കത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ടീമിനെ ഇവിടെ സെറ്റാക്കിയത്. ഇന്ന് അവർ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ഇവിടുന്ന് വരുമാനം അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2,10,000 ഒരു ഐഡിയിലല്ല, ഒരുപാട് ഐഡിയിലൂടെ അവർ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇനി കടന്നിറങ്ങിയാലും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ഇതിനെപ്പറ്റി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ബിസിനസ്. ഇപ്പൊ ഏതൊരു കോടീശ്വരനെ എടുത്ത് നോക്കിയാലും തുടക്കത്തിൽ അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നേടിയെടുത്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ പരിചയമുള്ള നമ്മുടെ MA യൂസുഫ് അലി സാറ് തുടക്കത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ തുടങ്ങി, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കുറെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരാതെ, കുടുംബത്തിലേക്ക് പോകാതെ കുറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്സും. തുടക്കത്തിൽ നമുക്ക് ഒടുക്കത്തിലുള്ള വരുമാനം കിട്ടണമെന്നില്ല. ഒടുക്കത്തിലാണ് അതിന്റെ ശരിയായ ഫ്രൂട്ട് നമുക്ക് കിട്ടുക. ഒരു 2 to 5 കൊല്ലം നമ്മൾ സീരിയസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റം പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് മുബീൻ സാറൊക്കെ വാങ്ങുന്ന രൂപത്തിലുള്ള 2 കോടിയും അതിന്റെ അപ്പുറമൊക്കെ അതിൽ വാങ്ങിയെടുക്കാൻ സാധിക്കും. അവർ 5 കൊല്ലം നേടിയത് നമുക്കിത് 6 മാസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഗ്രൗണ്ട് അവർ വെട്ടി തെളിയിച്ച് തന്നിട്ടുണ്ട്. നമുക്കിനി കാട് വെട്ടേണ്ട സമയമില്ല, നമുക്കിന്ന് അതിനൊന്നും സമയം ചെലവഴിക്കേണ്ടതില്ല. പക്ഷേ അവർ തെളിയിച്ച വഴിയിലൂടെ നമുക്ക് പോയി കൊടുത്ത് അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർ വിജയിച്ചതിന്റെ 10 ഇരട്ടി സ്പീഡിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ ആളുകൾക്ക് ഒരിക്കലും നമ്മുടെ പ്രോഗ്രാമുകളെ മോശമാക്കി കാണാനോ അല്ലെങ്കിൽ പ്രോഗ്രാമിന് വില കുറച്ച് കാണാനോ സാധിക്കൂല. ഹൈഫ്ലേഴ്സ് മീറ്റിങ്ങും നമ്മുടെ ഓരോരോ പ്രോഗ്രാമുകളും ഇപ്പൊ മുബീൻ സാർ പങ്കെടുക്കുന്ന മെഗാ പ്രോഗ്രാം നമ്മളെ ടീമുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അൽതാഫ് സാറിന്റെ ടീമാണെങ്കിലും നമ്മുടെ SPGയിലെ ടൈറ്റൻസ് ടീമിന്റെ അമരക്കാരൻ നിസാം സാറിന്റെ ടീമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇസ്മായിൽ സാറിന്റെ ടീമാണെങ്കിലും അവരൊക്കെ ഓരോരോ വലിയ പ്രോഗ്രാം ഫിക്സ് ചെയ്തു. അതിന്റെ ടിക്കറ്റ് സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത് എന്റെ ഒരു പ്രോഗ്രാം ആണെന്ന ഉദ്ദേശത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുന്നത്? അവർ കൂടുതൽ ടിക്കറ്റ് സെല്ല് ചെയ്യുകയും അതിന്റെ കാശ് ലീഡറുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ്സില് നമ്മളെ ബുദ്ധിക്ക് ഇത് ചെയ്യരുത്. നമ്മുടെ ബുദ്ധിക്ക് ഈ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ ഉള്ളത് എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലാകുമ്പോൾ നമുക്ക് എന്തിനാ ഇപ്പൊ നമ്മള് ടിക്കറ്റ് ഇപ്പൊ കൊടുക്കണം, എന്തിനാ ഈ ടിക്കറ്റിന് ഇത്ര കാശ്, എന്തിനാണ് ഇത്രയും വലിയ പ്രോഗ്രാം വെക്കുന്നത്? നമ്മളെ നാട്ടിലെ ചെറിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ പോരെ, അവിടെ ഇതിലേറെ ആളെ കൊള്ളുമല്ലോ എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ അത് എംപ്ലോയി സെൽഫ് എംപ്ലോയി ബുദ്ധിക്ക് ചിന്തിച്ചത് കൊണ്ടാണ്. ഒരു ബിസിനസ് ഇൻവെസ്റ്റർ ബുദ്ധിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വലിയ പ്രോഗ്രാം, ഒരു സിനിമാ പ്രോഗ്രാം ഒക്കെ നടത്തുന്ന രൂപത്തിലുള്ള വലിയ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം പോലെ തന്നെ കളർഫുൾ ആയിട്ട് ഈ പ്രോഗ്രാം നടത്തുമ്പോൾ അതിന് വലിയ ചെലവുകൾ ഉണ്ടാകും. എംപ്ലോയി ബിസിനസ് ഇൻവെസ്റ്ററുള്ള ആളുകൾക്ക് ഇത് ഒരിക്കലും ഇത് ഒരു ചെലവായിട്ട് കാണൂല. അവർ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആയിട്ട് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യാതെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് ഉത്തരവാദിത്തത്തോടുകൂടി എന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും ടിക്കറ്റിന്റെ ക്യാഷ് നമുക്ക് അധികമാകൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സക്സസ് ഫ്രീ ഗ്ലോബലിന്റെയും അതുപോലെ തന്നെ ഈ നമ്മുടെ മുബീൻ സാറിന്റെയും ഏത് പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും അതിന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഒരിക്കലും തടസ്സമാകാൻ പാടില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ്, ഏകദേശം 1.5 വർഷത്തിന് മുമ്പ് മുബീൻ സാറിന്റെ വലിയൊരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്നത്തെ ആ പ്രോഗ്രാം 5000 രൂപയാണ് ടിക്കറ്റിന് കാശ് കൊടുത്തത്. എന്നിട്ട് അത്രത്തോളം ദൂരത്തിൽ സഞ്ചരിച്ച ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഇന്ന് ഈ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററും അതുപോലെ തന്നെ ഇനി അടുത്ത ഈ പ്രോഗ്രാമിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ വലിയ മെഗാ പ്രോഗ്രാമിലേക്ക് RTC എന്ന റാങ്ക് ഒക്കെ പ്ലാൻ ചെയ്യാനും അതിലൂടെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചത് ആ പ്രോഗ്രാം കണ്ടു, അതിൽ നിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ തലച്ചോറിലേക്ക് കയറിയത് കൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടു കൂടി ഇത് ചെയ്യാനും ഇത് ഏറ്റെടുക്കാനും എന്ത് തന്നെ വന്നാലും വേണ്ടില്ല നമ്മുടെ ലീഡേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും 100% ചോദ്യം ചെയ്യാതെ ഏറ്റെടുത്തുകൊണ്ട് നിറവേറ്റാനും സാധിക്കുന്നത് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രോഗ്രാമും നമ്മൾ മിസ് ചെയ്താൽ അവിടെ നമ്മുടെ റാങ്ക് ആണ് താഴെ പോകുക. റാങ്ക് താഴെ പോയാലാണ് നമ്മുടെ വരുമാനം താഴെ പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരോ പ്രോഗ്രാമുകളും നമുക്ക് വിജയിക്കാനുള്ള ഓരോ പ്രോഗ്രാമുകളാണ്, സ്റ്റെപ്പുകളാണെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നമ്മുടെ മെഗാ പ്രോഗ്രാം ടീം ടൈറ്റൻസിന്റെ കീഴിൽ നടത്തുന്നത് എവല്യൂഷൻ എന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇസ്മായിൽ സാറിന്റെ ടീമിൽ വേറെ പ്രോഗ്രാം നടത്തുന്നുണ്ട്, അതിന് വേറെ പേരായിരിക്കും. എന്ത് പേരാണെങ്കിലും നമുക്ക് വിജയിക്കാനുള്ള പ്രോഗ്രാം ആണെന്ന് നമ്മൾ കാണണം. അത് എന്റെ ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഒരു കല്യാണം എന്റെ വീട്ടിൽ എന്റെ മകളുടെയോ മകന്റെയോ കല്യാണം തീരുമാനിച്ചാൽ എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കണോ അതിലേറെ നമ്മൾ ഈ പ്രോഗ്രാമിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. കാരണം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം എന്റെ ടീമിൽ വെക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കൂല. ഇങ്ങനെ ഓരോരുത്തരും മനസ്സിലാക്കണം. പക്ഷേ ആ പ്രോഗ്രാമിലേക്ക് ഒരു ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ആളെ പങ്കെടുപ്പിക്കാൻ ഏതൊരു സാധാരണക്കാരും സാധിക്കും. അവിടെ സംഭവിക്കണം എന്താന്ന് ചോദിച്ചാൽ, ഒരുപാട് സാധാരണക്കാരായ ആളുകളെ വിജയിച്ച ചരിത്രമാണ് അവിടെ ആ സ്റ്റേജിൽ വെച്ച് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഗ്രേറ്റ് ലീഡറായ, ഇനി നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ലീഡർ, 2 കോടിയൊക്കെ മാസത്തിൽ വാങ്ങുന്ന ഗ്രേറ്റ് ലീഡർ മുബീൻ സാറാണ് നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അവിടെ എത്തുന്നത്. അതിന്റെ പുറമെ തന്നെ കാറുകൾ, പുതിയ ബ്രാൻഡ് ന്യൂ കാറുകൾ ഒരുപാടെണ്ണം ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ, എന്റെ ടീമിൽ തന്നെ ഇപ്പൊ 4 കാറ് ബുക്ക് ചെയ്തു, അതിലൊരു കാർ ഇപ്പൊ ഇറങ്ങി.
ഇനി 3 കാർ ഇറങ്ങാൻ പോവുകയാണ്. അതൊക്കെ ബുക്ക് ചെയ്തതാണ്, എന്റെ കാർ അടക്കം. ഇങ്ങനെയുള്ള 10-20 കാറുകൾ നിരത്തി വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആകും. 20 അല്ല, അൽതാഫ് സാർ ടീം വേറെ ഉണ്ടാവും. 10-40 കാറുകൾ ഒന്നിച്ചിറങ്ങുന്ന ഒരു മെഗാ പ്രോഗ്രാമാണ്. അവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നമുക്ക് ട്രെയിനിങ് തരാനും പോകുന്നത് ഡയറക്ട് സെല്ലിങ്ങിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ക്രൗൺ ഡയമണ്ട് ഒരുപാട് സാധാരണക്കാരായ ആളുകളെ അസാധാരണക്കാരാക്കി മാറ്റി കോടികൾ വരുമാനം വാങ്ങിക്കൊടുക്കുന്ന, സ്വന്തം അക്കൗണ്ടിലേക്കും കോടികൾ വരുമാനം വാങ്ങുന്ന ഗ്രേറ്റ് ലീഡർ റിയൽ ആയിട്ട് നമുക്ക് പ്രൂവ് സഹിതം അതിന്റെ എല്ലാ കാര്യങ്ങളും രേഖാമൂലം നമുക്ക് സ്ക്രീനിൽ തെളിയിച്ചുകൊണ്ട് നമുക്കിത് പ്ലാൻ പ്രസന്റേഷൻ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീം അംഗങ്ങൾ മുഴുവനും അവിടെ ഉണ്ടാകുമ്പോൾ അവരുടെ ബിലീഫ് ലെവലും അവരുടെ തലച്ചോറിലേക്ക് വേണ്ട അറിവും വിശ്വാസവും എത്രത്തോളം കൂടുവോ അതാണ് ഈ ബിസിനസ്സിൽ നമുക്ക് ആട്ടിവിട്ടാലും പോകാത്ത രൂപത്തിലുള്ള ലീഡറാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങോട്ട് പോകുന്നത് ഒരു സാധാരണ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അവിടെ ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വലിയൊരു ലീഡർ ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടീമിൽ എല്ലാ ആളുകളെയും ആ പ്രോഗ്രാമിലേക്ക് പമ്പ് ചെയ്യണം. പ്രോഗ്രാമിലേക്ക് പമ്പ് ചെയ്യലാണ് ഈ ബിസിനസ്സിൽ എളുപ്പത്തിൽ വിജയിക്കാനുള്ള കുറുക്കു വഴി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാർ പുതിയ ആളുകളാണെങ്കിലും ചുരുങ്ങിയത് 10 പേരെങ്കിലും ആ പ്രോഗ്രാമിലേക്ക് പമ്പ് ചെയ്യാൻ സാധിച്ചാൽ ആ 10 പേരിൽ നിന്ന് ഓർഗ് 1-ൽ നിന്ന് ഒരാളും ഓർഗ് 2-ൽ നിന്ന് ഒരാളും ഇത് ഏറ്റെടുത്തുകൊണ്ട് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പ്രോഗ്രാമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം മാറിക്കഴിയും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. പ്രോഗ്രാമിനെ ഗ്രൂപ്പിലും അല്ലാതെയും നല്ലവണ്ണം എഡിഫൈ ചെയ്യുക. പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുക. പ്രോഗ്രാമിന്റെ ടിക്കറ്റുകൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ ഈ പ്രോഗ്രാമിന് ശേഷം പ്രോഗ്രാമിന്റെ മുമ്പും എന്ന രീതിയിൽ നമ്മുടെ ഈ ഡയറക്ട് സെല്ലിങ് പ്രത്യേകിച്ചും നമ്മുടെ ഈ SBGയുടെ ടീം തന്നെ മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ആരൊക്കെയാണോ ഇത് ഏറ്റെടുത്തത് അവർക്കൊക്കെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൊരു TC ആണെങ്കിൽ പ്രോഗ്രാമിലേക്ക് റാങ്ക് മാറിക്കൊണ്ട് അവിടെ മൊമെന്റോ സ്വീകരിച്ചുകൊണ്ട് മുബീൻ സാറൊക്കെ പങ്കെടുത്ത പ്രോഗ്രാമിൽ ആ ക്രൗണിന്റെ ഒരുപാട് ആളുകളെ മുന്നിൽ നമുക്ക് ഈ മൊമെന്റോ ഏറ്റുവാങ്ങാനും അതിലൂടെ നമ്മുടെ ബിലീഫ് ലെവൽ കൂട്ടാനും അത് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഇത് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ അവർക്കൊക്കെ പ്ലാൻ പറഞ്ഞു കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ പ്രോഗ്രാമിലേക്ക് പുതിയ ആളുകളൊക്കെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോളോ അപ്പിന്റെ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഒരുപാട് എണ്ണയൊക്കെ അടിച്ച് വണ്ടിയിലൊക്കെ എണ്ണ അടിച്ച് 500, 1000, 2000, 3000 ഒക്കെ ഓരോ പോക്കിനും നമ്മൾ ചെലവാക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്തുകൊണ്ട് അതിലേക്ക് പമ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോളോ അപ്പ് ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒരു പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ടീം മുഴുവനും പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുക. ഒരു പ്രോഗ്രാമിൽ വെച്ചായിരിക്കും ഇന്ന് എന്റെ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും തീരുമാനമെടുത്തത്, അല്ലെ? ഇപ്പൊ ഞാനും ഈ ബിസിനസ് സീരിയസ് ആയതും ഒക്കെ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. കിട്ടുന്ന പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റെടുക്കുക. അത് നമുക്ക് വിജയിക്കാനുള്ള പ്രോഗ്രാമായി കണ്ട് അതിന് ടിക്കറ്റ് സെല്ലിംഗ് ആണെങ്കിലും മറ്റുള്ള പ്രൊമോഷൻ ആണെങ്കിലും ഒക്കെ നമ്മളത് എന്റെ പ്രോഗ്രാം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. ചില ആളുകൾ പറയും, കഴിഞ്ഞ ആഴ്ച ഞാൻ GTSന് പോയിട്ടുണ്ട്, ഞാൻ അടുത്ത ആഴ്ച ഞാനില്ല. ഇങ്ങനെയല്ല. നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ഈ തലച്ചോറായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈ തലച്ചോറ് പ്രോഗ്രാമിംഗ് നടന്നുകൊണ്ട് നിരന്തരമായ ഈ ക്ലാസ്സിലൂടെയും ട്രെയിനിങ്ങിലൂടെയും പ്രോഗ്രാമിലൂടെയും ഒരു ബിസിനസ്സുകാരന്റെ ഒരു തലച്ചോറാക്കി നമുക്കിത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിൽ വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഉണ്ടെങ്കിലേ നമ്മളെ ടീം അവിടെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പോയിക്കോളി, ഞാൻ വരാന്ന് പറഞ്ഞാൽ ആരും പങ്കെടുക്കൂല. അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാവും. നേരത്തെ പോയിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഗ്രൂപ്പിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ ടീമിന്റെ ആളുകളൊക്കെ അവിടെ പങ്കെടുപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓർഗ് 1-ൽ നിന്നും ഓർഗ് 2-ൽ നിന്നും എത്ര പേരാണ് മുടങ്ങാതെ GTSലും
BOP-യിലും മറ്റുള്ള പ്രോഗ്രാമിലും പങ്കെടുക്കുന്നത്, അതാണ് നമ്മുടെ വരുമാനം. കാരണം ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ 1.5 കോടിന്റെ മേലെ ബിസിനസ് ചെയ്തു, എനിക്കൊരു ഗോഡൌൺ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇല്ല, അല്ലെങ്കിൽ കടല്ല, കറണ്ട് ബില്ല് അടക്കണ്ട, റൂം വാടക വേണ്ട, പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ 1.5 കോടിന്റെ മേലെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകളാണ് ഈ ബിസിനസ്സിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഷോപ്പ്. ഇപ്പൊ നമ്മളിതിലെ സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലെ ആളാണെങ്കിൽ ദിവസവും പോയിട്ട് നമ്മൾ രാവിലെ അവർ പറയുന്ന ടൈമിന്റെ മുമ്പ് പഞ്ചിങ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ ഒപ്പിടണം, എന്തെങ്കിലേ ശമ്പളം കിട്ടുള്ളൂ, ശരിയല്ലേ? ഇപ്പൊ ഞാനൊരു മദ്രസ അധ്യാപകരായിരിക്കുന്ന സമയത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:10 ആയി കഴിഞ്ഞാൽ അതിന്റെ കമ്മിറ്റിക്കാരും മറ്റുള്ളവരൊക്കെ നമ്മൾ കണ്ണുക്ക് നോക്കും, ശരിയല്ലേ? എന്നാൽ നമ്മൾ മുടങ്ങാതെ ദിവസവും പോയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. എന്നാൽ ഈ ബിസിനസ് അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രോഗ്രാമുകൾ നമ്മൾ പങ്കെടുക്കണം. ആഴ്ചയിൽ ഒരു വലിയ GTS എങ്കിലും നമ്മൾ പങ്കെടുത്തിരിക്കണം. വെറും 2 മണിക്കൂറുള്ളൂ അത്. ഈ 2 മണിക്കൂർ പോലും പങ്കെടുക്കാതെ നമ്മൾ ഇതിന് എങ്ങനെ വരുമാനം പ്രതീക്ഷിക്കുക? ചില ആളുകൾ പറയും ഞാനും മൈ ലൈഫിന്റെ ആളാണ്, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഒരു 3 പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മളെ എത്ര ആളുകൾ അവിടെ പങ്കെടുപ്പിച്ചു, അതാണ് നമ്മുടെ വരുമാനം. ഒരു ആവറേജ് 3 പ്രോഗ്രാം, 3 GTS എടുക്കുക. ഈ 3 GTS-ൽ നമ്മുടെ ആളുകൾ എത്ര പേര് പങ്കെടുത്തു? ഇനി വരാൻ പോകുന്ന മെഗാ പ്രോഗ്രാമിൽ നമ്മുടെ ആളുകൾ എത്ര ടിക്കറ്റ് എടുത്തു? ആദ്യം ലീഡറുടെ കയ്യിൽ എത്ര ടിക്കറ്റ് ഉണ്ട്? അതായിരിക്കും നമ്മുടെ വരുമാനമായിട്ട് മാറുക. അതുകൊണ്ട് തന്നെ ഓരോ പ്രോഗ്രാമുകളും നമുക്ക് വിജയിക്കാനുള്ള ചവിട്ടുപടിയാണ്. ഇതിനാരൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ടോ അവരൊക്കെ ഇതിൽ വിജയിക്കും. ഇത് കഴുത്തിന്റെ താഴെയുള്ള വർക്കല്ല അതിന് വേണ്ടത്, അത് ഹാർഡ് വർക്കാണ്. അത് സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലെ ആളുകളാണ് കഴുത്തിന്റെ താഴെ വർക്ക് ചെയ്യുന്നത്. അത് 90% ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 95%. ഇപ്പൊ നമ്മൾ ഈ ഐഫ്ലേസ് മീറ്റിംഗ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, നമ്മൾ എല്ലാവരും പങ്കെടുക്കുകയാണെങ്കിൽ ഈ സൂമിന്റെ ആപ്പൊന്നും നമുക്ക് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ള മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് ഇതിൽ ആളുകൾ കുറയുന്നത്. അതുകൊണ്ട് എല്ലാ ഫാസ്റ്റ് ട്രാക്ക് റബോ ലീഡേഴ്സും ഇവരുടെ ഹാജർ നില എഴുതുകയും അവരുടെ ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കുകയും പങ്കെടുക്കാത്ത ആളുകളെ മൈൻഡ് സെറ്റിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, മൈൻഡ് സെറ്റിൽ പ്രോഗ്രാമിംഗ് നടത്താൻ വേണ്ടിയിട്ട്, തലച്ചോറിലേക്ക് ഇന്ധനം അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റേഷനിലേക്ക് കയറ്റണം. അതാണ് ഹൈഫ്ലേസ് മീറ്റിംഗിന്റെ സൂം മീറ്റിംഗും അതുപോലെ തന്നെ നമ്മുടെ GTS-ഉം നമ്മുടെ മെഗാ പ്രോഗ്രാമുകളും നമ്മുടെ NDO-കളും ട്രെയിനിങ്ങുകളും ഒക്കെ ഇതിലേക്ക് ഇന്ധനം അടിക്കുന്ന സ്റ്റേഷനുകളാണ്. അതിലേക്ക് നമ്മൾ ആളുകളെ പങ്കെടുപ്പിക്കാതെ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ പ്ലാനൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ മതി, ഇനി ശിഷ്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, അവർ ഈ ബിസിനസ്സിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ടാകും. അവർക്ക് ഈ ബിസിനസ് ഹാർഡ് വർക്കായിട്ട് മാറും. എന്നാൽ ഈ ബിസിനസ് മനസ്സിലാക്കി പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ലീഡേഴ്സിനെയും അപ്ലൈനെയൊക്കെ എഡിഫൈ ചെയ്തുകൊണ്ട് ആരൊക്കെയാണോ ഈ ബിസിനസ് ചെയ്യുന്നത് അവർ ഇതിൽ സ്മാർട്ട് ആയിട്ട് വിജയിക്കുന്നുണ്ടാകും. അത് സ്മാർട്ട് വർക്കായിട്ട് മാറും. അതുകൊണ്ട് സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ള നമ്മളൊക്കെ പരിണാമത്തിലേക്ക് നയിച്ചുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിലേക്കുള്ള ഇന്ധനമാണ് അറിവും വിശ്വാസവും. അത് കിട്ടണമെങ്കിൽ ഓരോരോ പ്രോഗ്രാമുകളും നമ്മൾ ഏറ്റെടുക്കണം. പ്രോഗ്രാമിൽ ആരുണ്ടോ ഇല്ലെന്ന് നോക്കണ്ട, നമ്മൾ അവിടെ ഉണ്ടാകണം. ഗാന്ധിജി പറഞ്ഞ രൂപത്തില് ഒരു ലോകം നന്നാകാൻ വേണ്ടത് സ്വയം നന്നായാൽ മതി, അല്ലെ? അപ്പൊ നമ്മളെ എല്ലാരും നിർബന്ധിച്ചു കൊണ്ടുവന്നതിന് പകരം ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പറയുകയാണെങ്കിൽ നമ്മുടെ ടീമും ഇതേ രൂപത്തിൽ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യും. ഇത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ ടീം ചെയ്യുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ മെഗാ പ്രോഗ്രാമിന്റെ ടിക്കറ്റുകൾ ഓരോരുത്തരുടെ കയ്യിലും എത്തിയിട്ടുണ്ടാകും. അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും അവരെ പേരും സ്ഥലവും ഫോൺ നമ്പറും എഴുതി വെക്കുകയും, എഴുതി വെച്ചാൽ മാത്രം പോരാ, അവരെ ലീഡേഴ്സ്, ഓരോ DTC അബോ ലീഡേഴ്സും ഇൻവിറ്റേഷന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. എന്നാലാണ് പ്രോഗ്രാമിൽ അവരെത്തുള്ളൂ. നിരന്തരമായ ഫോളോ അപ്പ് വേണം. പ്രോഗ്രാമിന്റെ ടിക്കറ്റ് മാത്രം കൊടുത്തുകൊണ്ട് വീട്ടിൽ കടന്നുറങ്ങരുത്.
അതിലാരും സമാധാനപ്പെടരുത്. ലീഡേഴ്സ് അവരെ വിളിക്കണം. ഒരു ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്താൽ അവരെന്ത് ചെയ്യണം? ഒരു മെഗാ പ്രോഗ്രാമാണ്, അതിന്റെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്, ഒരു ഇൻവിറ്റേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. അല്ലെങ്കിൽ അവർ പ്രോഗ്രാമിൽ വരൂല. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകൾ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ, അവരെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രോഗ്രാമിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ ശക്തമായ ഫോളോപ്പിലാണ് അല്ലെ. ഇപ്പൊ ഇന്നലെ നമ്മളെ നാട്ടിലൊക്കെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, കൊട്ടിക്കലാശം എന്നൊക്കെ പറയാം, അതൊക്കെ കഴിഞ്ഞു. നിരന്തരമായി വീട്ടിലേക്ക് ഓരോരോ പാർട്ടിക്കാരും വരുന്നുണ്ട് അല്ലെ. നമ്മളൊക്കെ വീട്ടിലേക്ക് ലീഗിന്റെ പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. ചില വീട്ടിലേക്കൊക്കെ കയറുമ്പോ തന്നെ അവർക്ക് അറിയാം ഈ വോട്ട് നമുക്ക് കിട്ടൂല, എന്നാലും ഒരു വരുന്നുണ്ടല്ലോ. ഒരു പ്രാവശ്യമല്ല, പല പല പ്രാവശ്യം ഒരു ദിവസം തന്നെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ബിസിനസ്സുകാരന് പാഠമുണ്ട്. ഇപ്പൊ നമ്മളൊരു പ്ലാൻ പറഞ്ഞ് പിന്നെ ഫോളോ അപ്പ് ഇല്ല, പിന്നെ ഓരിതിലേക്കാണ് വന്നോളൂ എന്ന് വിചാരിച്ചു നിൽക്കുക. പക്ഷെ ശക്തമായ ഫോളോ അപ്പിലൂടെയാണ് ഏതൊരു സാധാരണക്കാരനും ഒരു ബിസിനസ്സുകാരനായി മാറുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ കാര്യമാണെങ്കിലും ശക്തമായ ഫോളോ അപ്പ് വേണം. ഒരു ടിക്കറ്റ് കൊടുത്ത് നമ്മൾ ഒരിക്കലും സമാധാനിക്കരുത്. അവരെ നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യണം. അവരെ വിളിക്കണം, നേരിട്ട് കാണണം, ഓർമ്മപ്പെടുത്തണം, ടീം മീറ്റിംഗ് വെക്കണം, എത്ര ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്തു നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് പാർട്ടികൾ ഇന്നുണ്ടെങ്കിലും നമ്മുടെ പാർട്ടി MI ലൈഫ് സ്റ്റൈൽ എന്ന പാർട്ടിയാണ്, മൈ ലൈഫ് എന്ന പാർട്ടി. നമ്മുടെ സംഘടന സക്സസ് ബ്രേക്ക് ഗ്ലോബൽ. ഇതില് നമ്മളാണ് വിജയിക്കുന്നത്. നാം ഓരോരുത്തരും ഇതിലെ സ്ഥാനാർത്ഥികളാണ്. നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ തന്നെ ഈ പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുകയും അത് നമ്മുടെ പ്രോഗ്രാമാണ്. ഇപ്പൊ പാർട്ടിക്കാരൊക്കെ നിരന്തരം ടീം മീറ്റിങ്ങും അല്ലെങ്കിൽ വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലേ എല്ലാ പാർട്ടിക്കാരും. അതൊക്കെ ഒരു ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ GTSഉം നമ്മുടെ വലിയ മെഗാ പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ പാർട്ടിയുടെ പ്രോഗ്രാമുകളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ തന്നെ ഈ ബിസിനസിനെയും നമ്മൾ കാണണം. കാരണം അതും ആളുകളെ മേക്കുന്ന പരിപാടിയാണ്, ഇതും ആളുകളെ മേക്കുന്ന പരിപാടിയാണ്. അതിലും നിരന്തരമായിട്ട് ആളുകൾ പങ്കെടുക്കുമ്പോഴാണ് പാർട്ടി വലുതാവുള്ളൂ. ഇതിലും അതുപോലെ തന്നെയാണ്. ഇതിലും നിരന്തരമായിട്ട് നമ്മുടെ പ്രോഗ്രാമുകൾ നമ്മുടെ ടീം പങ്കെടുപ്പിക്കുമ്പോഴാണ് നമ്മുടെ ടീം വലുതാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ടീമിന്റെ സ്ഥാനാർത്ഥി നമ്മളാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ടീമിലെ ആളുകൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. അതിന് വേണ്ടത് മസിൽ പവർ അല്ല, മൈൻഡ് പവറാണ്. മൈൻഡ് പവറാണ് നമുക്ക് വേണ്ടത്. മൈൻഡ് പവറിന് വേണ്ട ഇന്ധനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ മസിൽ കൂടാനുള്ള ഭക്ഷണം കഴിച്ചത് കൊണ്ടൊന്നും ബിരിയാണി തിന്നത് കൊണ്ടൊന്നും ഈ ബിസിനസ്സിൽ വിജയിക്കൂല. അതുപോലെ തന്നെ പ്രോഗ്രാമിൽ ചായ കൊടുത്താലും അതുപോലെ പാല് കൊടുത്താലൊന്നും ഈ ബിസിനസ്സിൽ വിജയിക്കൂല. അവിടെ കാലിനും കയ്യിലൊക്കെ മസിൽ ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. എന്നാൽ ഈ ബിസിനസ്സിന് വേണ്ടത് തലച്ചോറിനുള്ള മസിലാണ്. അതാണ് ഓരോരോ പ്രോഗ്രാമുകളും. അത് മനസ്സിലാക്കിയ ആളുകളാണ് ഇതിൽ വിജയിക്കുള്ളൂ. ഇന്ന് നൂറുകണക്കിന് ആളുകൾ ഇതിൽ ലക്ഷങ്ങൾ വരുമാനമാകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇതിൽ ലക്ഷങ്ങൾ വരുമാനമാകുന്നവരുണ്ട്. നമ്മുടെ സക്സസ് ബ്രേക്ക് ഗ്ലോബലിന്റെയും നമ്മുടെ ഓരോ ലീഡേഴ്സിന്റെയും വലിയ ഉത്തരവാദിത്തമാണ് ലക്ഷങ്ങൾ വരുമാനമാകുന്ന നൂറുകണക്കിന് ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളത്. അതിന്റെ ഓരോ പ്രോഗ്രാമുകളാണ് നമ്മൾക്ക് ഇട്ടു തരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ജനുവരി 13 നടക്കുന്ന നമ്മുടെ ടീം ടൈറ്റൻസിന്റെ പ്രോഗ്രാം ടീം SBGയിലെ മനോജ് അൽതാഫ് സാറിന്റെയും നിശാന്ത് സാറിന്റെയും ടീമും അതുപോലെ തന്നെ മറ്റൊരു തീയതിയിൽ നടക്കുന്ന ഇസ്മായിൽ സാറിന്റെ ടീമും നടത്തുന്ന മെഗാ പ്രോഗ്രാം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വിജയിച്ച ആളുകളുടെ ചരിത്രമാണ് അവിടെ പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ മറ്റൊരു ബിസിനസ്സിൽ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഏതെങ്കിലും നമ്മൾ ബിസിനസ്സിലോ ട്രെയിനിങ്ങിലോ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ കൂലിക്ക് ആളെ വെച്ചിട്ടാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത്. അവർ ഈ ബിസിനസ് ഒരിക്കലും ചെയ്തവരല്ല. പക്ഷേ ഈ ബിസിനസ്സിൽ LKG മുതൽ ഇത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന അനുഭവത്തിലൂടെ പഠിച്ച ആളുകളാണ് നമ്മുടെ ഓരോ ലീഡേഴ്സും. അൽതാഫ് സാർ ആണെങ്കിലും നിസാം സാർ ആണെങ്കിലും ഇസ്മായിൽ സാർ ആണെങ്കിലും ആയിഷ മാഡം ആണെങ്കിലും മറ്റുള്ള ഷുഹൈബ് സാർ ആണെങ്കിലും എല്ലാ ലീഡേഴ്സും ഈ ബിസിനസ്സിലെ LKG മുതൽ അനുഭവത്തിലൂടെ പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇത് വെറും ഒരു ചരിത്രം പറയുന്ന ട്രെയിനേഴ്സ് അല്ല നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അവരുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മറ്റുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ 1000-2000 ഫീസൊക്കെ കൊടുത്ത് പോയി പങ്കെടുക്കുന്ന ആളുകളും ചില ആളുകളൊക്കെ നമ്മളെ ടീമിൽ ഉണ്ടാവും. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒരു ബെറി സ്റ്റാർ മുതൽ റാങ്ക് മാറി വന്ന് ഇതിലിപ്പോ ITCയും അതുപോലെ തന്നെ NTCകളും DTCകളും STCകളൊക്കെ ആയി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ലീഡർമാരായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ചും ഇന്ന് കോടികൾ വരുമാനം വാങ്ങുന്ന മുബീൻ സാർ അടക്കം ഇതില് വളരെ ശക്തമായി കഷ്ടപ്പെട്ടുകൊണ്ട് വലിയ വിശ്വാസവും അറിവും നേടിയെടുത്തുകൊണ്ട് ആണ് ലീഡർഷിപ്പിലേക്ക് വന്നത്. അവരെ ട്രെയിനിങ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും ബുക്ക് വായിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടാലോ നമുക്ക് കിട്ടൂല. നേരിട്ടുള്ള എക്സ്പീരിയൻസ് അവരിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോഴാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്വർണത്തിന്റെ ഒരു കല്ല്, വലിയ ചെക്കുന്നുമല എന്ന് പറയും, ഞങ്ങളൊക്കെ അടുത്തുണ്ട് വലിയ മല. ആ മലന്റെ മുകളിൽ ഒരു സ്വർണത്തിന്റെ ഒരു കല്ലുണ്ട്. അത് മുബീൻ സാർ പോയിട്ട് കണ്ടു. എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് നമ്മളോട് പറയാ അതിന്റെ മുകളിൽ ഒരു സ്വർണത്തിന്റെ കല്ലുണ്ട്, ഞാൻ അത് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം തരാം, നിങ്ങളും എന്റെ കൂടെ വരൂ എന്ന് പറയുമ്പം അതേ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയാൽ ആ സ്വർണത്തിന്റെ ഒരു കല്ലിന്റെ കഷ്ണം നമുക്കും കിട്ടും. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ലീഡേഴ്സും. ഇത് ലക്ഷങ്ങളും കോടികളും വരുമാനം വാങ്ങുന്ന 100 കണക്കിന് ലീഡേഴ്സ് നമ്മുടെ ഈ ടീമിലുണ്ടെങ്കിൽ അവരൊക്കെ പോയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കും അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. വെറും 6000 രൂപ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന ഒരു മദ്രസ അധ്യാപകനാണ് ഞാൻ. ഇപ്പോ ആഴ്ചയിൽ 35,000 25,000 ഒക്കെ വാങ്ങിയെടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ടില്ലാത്ത എനിക്ക് എന്റെ വീട്ടിലേക്ക് ആദ്യം ഇതില് ഒരു മാരുതിയുടെ കാറും പുതിയ കാർ തന്നെ ആദ്യം വാങ്ങിയത്. രണ്ടാമതായിക്കൊണ്ട് ഇപ്പോൾ എവല്യൂഷൻ എന്ന പ്രോഗ്രാമിലേക്ക് രണ്ടാമത്തെ ഒരു കാറ് ഞാൻ ബുക്ക് ചെയ്യാനൊക്കെ സാധിച്ചത് ഈ ബിസിനസിന്റെ വളർച്ചയും വലുപ്പവുമാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള അവസാനത്തെ വണ്ടിയാണ് നമ്മളെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും. ആ വണ്ടിയിൽ ആരൊക്കെ സീരിയസ് ആയിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഈ വണ്ടി ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകും. ആ റൂട്ടിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുക. മറ്റുള്ള സൈഡിൽ നിന്ന് ഒരുപാട് ആളുകൾ പറയും അത് നടക്കൂലട്ടോ, ഇത് വിജയിക്കൂലട്ടോ, ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ വിജയിച്ച ലീഡേഴ്സിനെ ഉത്തരവാദിത്തത്തോടെ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് വിജയിച്ച ലീഡേഴ്സിനെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. നമുക്കൊക്കെ സർവശക്തനായ റബ്ബ് എല്ലാവർക്കും കൊടുത്ത രൂപത്തിലുള്ള കണ്ണും കയ്യും മൂക്കും കാലും ഒക്കെ തന്നിട്ടുണ്ട്. പ്രത്യേകം ആളുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. മുബീൻ സാറിന് ഇപ്പൊ 3 കൈയുണ്ടോ 4 കണ്ണുണ്ടോ? ഒന്നുമില്ല. ഇതേ സംഭവം തന്നെ നമുക്ക് കൊടുത്ത അതേ രൂപത്തിലുള്ള കയ്യും കാലും കണ്ണൊക്കെ തന്നെ കൊടുത്തത്. പക്ഷെ മുബീൻ സാർ വാങ്ങുന്നത് 2 കോടിന്റെ മേലെ, പക്ഷെ നമുക്ക് കിട്ടുന്നത് ചെറിയ വരുമാനം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മുബീൻ സാറെ മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റുമ്പോൾ നമ്മളെ വരുമാനം കൂടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലീഡേഴ്സിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാണ് വിജയിച്ചത് എന്ന് പറഞ്ഞു തരുമ്പോൾ അവിടെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുകയും നമ്മുടെ ടീമിനെ അവിടെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മാറ്റങ്ങളാണ് ഇവിടെ പുരോഗതി കൊണ്ടു തന്നിട്ടുള്ളൂ. ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും നമ്മുടെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. പ്രോഗ്രാം ബേസ് ചെയ്തുകൊണ്ട് ആരൊക്കെ റാങ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടോ, പ്രോഗ്രാം ബേസ് ചെയ്തുകൊണ്ട് ആരൊക്കെ വരുമാനം എഴുതി വെച്ചിട്ടുണ്ടോ, പ്രോഗ്രാം ബേസ് ചെയ്തുകൊണ്ട് ആരൊക്കെ അച്ചീവ്മെന്റുകളും സ്വപ്നങ്ങളും എഴുതി വെച്ചിട്ടുണ്ടോ അവരൊക്കെ ഇതിൽ ആ പ്രോഗ്രാമിലേക്ക് അത് നേടിയെടുക്കും. അതിനുവേണ്ടി രാവും പകലും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ വിജയിക്കാൻ സാധിക്കും. ഇത് ഒരിക്കലും വീട്ടിലിരുന്നു കൊണ്ട് വിജയിക്കുന്ന ബിസിനസ് അല്ല. നമ്മൾ ഇറങ്ങിയെങ്കിൽ മാത്രമാണ് ഇതിൽ നേടാൻ പറ്റുള്ളൂ. നേടിയവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മുബീൻ സാറൊക്കെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഒരിക്കൽ നേരിട്ട് കേട്ടതാണ്. മുബീൻ സാറ് വയനാട്ടിൽ നിന്ന് എറണാകുളത്തിലേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഉറങ്ങിപ്പോകുന്ന സമയത്ത് തല കമ്പിമ്മൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തോളിലൂടെ തോർത്തുമുണ്ട് കെട്ടിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. മനസ്സിലാക്കണം നമ്മള്.
ആ മുബീൻ സാറാണ് ഇന്നിപ്പോ അമേരിക്കയിൽ പോയി സ്വന്തം വീടും സ്ഥലവും വാങ്ങി അവിടെ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉറങ്ങുമ്പോ വരെ കോടികൾ വരുമാനം നേടിക്കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ തുടക്കത്തിൽ ഒരു വലിയ ചരിത്രമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പം തന്നെ മുബീൻ സാറ് കിട്ടണ അരി കോടികൾ കിട്ടണം എന്ന് വിചാരിച്ച് വരെ കടന്നു തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന്ന് ഒന്നും കിട്ടൂല. നമ്മൾ ഇറങ്ങണം. മുബീൻ സാറും അൽതാഫ് സാറും നിഷാന്ത് സാറും അതുപോലെ തന്നെ ഇതില് ഓരോ ലീഡേഴ്സ്, ഇപ്പൊ ആയിഷാമാടൊക്കെ എന്റെ നാട്ടിലേക്ക് വർക്ക് എടുത്തുകൊണ്ട് രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് 12 മണിക്കും 1 മണിക്കും ഒക്കെ ഇവിടുന്ന് പോയ ചരിത്രമുണ്ട്. ഒറ്റക്ക് കാറോട്ടിട്ട്. ആ ആയിഷമാടമാണ് ഇന്ന് ലക്ഷങ്ങളും കോടികളൊക്കെ വരുമാനം വാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് പഴയ ആയിഷാമാടത്തിന്റെ ചരിത്രം അറിഞ്ഞവർക്ക് ഈ പുതിയ ആയിഷാമാടത്തിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പഴയ അൽതാഫ് സാറും നിസാം സാറിനെ കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിലാണ് നമുക്ക് ഇതിൽ വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്താ ചെയ്യണ അറിയോ? നമ്മൾ ആപ്പിലേക്ക് നോക്കിയിരിക്കുക. നമ്മൾ ആപ്പിലേക്ക് നോക്കി ഓരോ ആഴ്ചയും എത്ര വരുമാനം വന്നു എന്നാ നോക്കണേ. പക്ഷെ ആപ്പിലേക്കല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് ലിസ്റ്റിലേക്കാണ്. ലിസ്റ്റിലേക്ക് നോക്കിയിട്ട് അവിടെ പോയിട്ട് ഇന്ന ആൾക്കാർക്ക് പ്ലാൻ കൊടുത്ത് അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ ഉൽപ്പന്നം വാങ്ങി അവരെ ലീഡറാക്കി അവരെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ആപ്പിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? ആകെ ആപ്പിലാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? നേരെ ലിസ്റ്റിലേക്ക് നോക്കുക. എന്നിട്ട് ആർക്കാ ഇന്ന് പ്ലാൻ കൊടുക്കാനുള്ളത്, ആരൊക്കെയാണ് നമ്മളെ താഴെ ജോയിൻ ചെയ്തത്, എവിടൊക്കെയാണ് ഇനി ഹോം മീറ്റിംഗ് വെക്കാനുള്ളത്, എവിടൊക്കെയാണ് ബിസിനസ് മീറ്റിംഗ് വെക്കാനുള്ളത്, ഇതൊക്കെ ശക്തമായ പ്ലാനിങ്ങിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ് സ്മാർട്ട് വർക്കായിട്ട് മാറും. അല്ലാതെ നമ്മൾ ഒരു സ്വന്തം ബുദ്ധിക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ഹാർഡ് വർക്കായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിജയിച്ച ലീഡേഴ്സ് ഉണ്ട്. ഒരുപാട് DTC, അതുപോലെ ZTC, STC, RTC, NTC, അതുപോലെ ID NTC നമ്മൾ അൽതാഫ് സാറ്, അതുപോലെ ITC നമ്മളെ CTC നിസാം സാറ്, ആയിഷ മാടപ്പാട് തന്നെ NTC ആകാൻ പോവാണ്. ഇങ്ങനെ വിജയിച്ച ഒരുപാട് ലീഡേഴ്സ് നമ്മളെ കൈപിടിക്കാനുള്ളത് കൊണ്ട് തന്നെ അവരെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവരെങ്ങനെയാണോ വിജയിച്ചത് അത് നമ്മൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഇതിൽ അസാധാരണക്കാരായി ഒരു ബിസിനസ് ഇൻവെസ്റ്റർ കാറ്റഗറിയിലുള്ള കിടന്നുറങ്ങുമ്പോൾ വരെ വരുമാനം വാങ്ങുന്ന ഒരു വലിയ ലീഡറായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അതിന് മാക്സിമം ഓരോരോ പ്രോഗ്രാമുകളും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, പ്രോഗ്രാമുകൾ സീരിയസ് ആവുക, പ്രോഗ്രാമുകൾക്ക് നമുക്ക് വലിയ ഭാരങ്ങൾ മറിക്കാനുള്ള പവർ ഉണ്ട്. അതായത് ഇപ്പോ ഒരു TCക്ക് ഇപ്പോ DTC ആണെങ്കിൽ വലിയ വോളിയം വരണം. പക്ഷെ ഒരു പ്രോഗ്രാം അവിടെ ഫിക്സ് ചെയ്തിട്ടെങ്കിൽ ആ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ടീമിന്റെ റാങ്ക് എഴുതി കൊടുത്തുകൊണ്ട് ആ ടീമിലുള്ള റാങ്കുകൾ മാറ്റി കഴിഞ്ഞാൽ ഈ ലീഡറുടെ റാങ്ക് അറിയാതെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിനെ ഒരു ഭാരം മറിക്കുന്ന കമ്പി പോലെ നമ്മൾ കരുതണം. ആ കമ്പിയാണ് നമ്മുടെ തീരുമാനം എഴുതി വെച്ച നമ്മുടെ മെഗാ പ്രോഗ്രാം. എവല്യൂഷൻ ആയാലും മറ്റുള്ള പേരാണെങ്കിലും ആ പ്രോഗ്രാമിനെ ആരൊക്കെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റും. സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ള ബുദ്ധി കൊണ്ട് ഒരിക്കലും ഈ ബിസിനസ് ചെയ്യരുത്. ബിസിനസ് ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റിൽ പ്രോഗ്രാമിംഗ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. നമ്മൾ വലിയ വലിയ നെഗറ്റീവുകളൊക്കെ മായ്ച്ചു കളയുന്നത് പ്രോഗ്രാമിലൂടെയാണ്. ഇപ്പൊ നമ്മളെ ടീമിലാണെങ്കിലും ഒക്കെ അങ്ങാടിക്ക് ഇറങ്ങിയാൽ ഫുള്ള് നെഗറ്റീവായിരിക്കും. ഇപ്പം പാർട്ടിന്റെ തിരക്കിലായിരിക്കും ഓരോരുത്തര്. പക്ഷെ പാർട്ടിയൊക്കെ നമുക്ക് വേണം, വോട്ട് എല്ലാവരും ചെയ്യണം. ഏതെങ്കിലും സ്ഥാനാർത്ഥി വിജയിക്കും, ഏതെങ്കിലും സ്ഥാനാർത്ഥി പരാജയപ്പെടും. പക്ഷെ അതൊന്നും നമ്മുടെ ബിസിനസ്സിനെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. നമ്മളെ ബിസിനസ് നമ്മൾ വിജയിച്ചിരിക്കണം. നമ്മുടെ സ്ഥാനാർത്ഥി നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ടീം അതിൽ റാങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ വരുന്ന മെഗാ പ്രോഗ്രാമിലേക്ക് ആളുകളുടെ റാങ്ക് അടിപ്പിക്കാനും ഒക്കെ നമ്മൾ ഓടുകയാണെങ്കിൽ ഇതില് നമുക്ക് ജീവിതകാലം മുഴുവനും നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും. നമുക്ക് വരുമാനത്തിന് വേണ്ടി പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ ഇല്ലെങ്കിലും ഈ മൈ ലൈഫ് സ്റ്റൈലും സക്സസ് ബറിയും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ വിജയിക്കും. നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളിലൂടെ വിജയിക്കും. നമ്മൾ ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഔട്ട് ആവുള്ളൂ. നമുക്ക് മാത്രമേ ഇതിൽ ലക്ഷ്യങ്ങൾ നേടാതിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എഴുതി വെച്ച സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിനെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ പ്രോഗ്രാമിൽ എത്ര ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ അത്രയും ആളുകളെ നമ്മൾ പമ്പ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിലെടുത്ത് വേണ്ടി പാരാൻ പറ്റും. പക്ഷേ നമുക്ക് ഏറ്റവും നല്ലത് മാക്സിമം ആളുകളെ മാക്സിമം എഫോർട്ട് ഇട്ടുകൊണ്ട്
പ്രോഗ്രാമിലേക്ക് വലിയ പമ്പ് സെറ്റ് അടിച്ചുകൊണ്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് വലിയ രൂപത്തിൽ സ്പീഡിൽ വിജയിക്കാൻ പറ്റും. ഇത് മെല്ലും ചെയ്യാ, സ്പീഡിലും ചെയ്യാം. മെല്ലെ ചെയ്താൽ ചെറിയ വരുമാനം നമ്മളെ ടീമിന് അത്രയും ഉണ്ടാവില്ല, പക്ഷെ ആ ടീമൊക്കെ നിർത്തിപ്പോകും. സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിന് വലിയ രൂപത്തിൽ വരുമാനം കിട്ടും, അവരുടെ ബിലീഫ് ലെവൽ കൂടും, അതിലൂടെ വലിയ ടീം നമ്മളെ കൂടെ ഉണ്ടാകും. ടീമിൽ റാങ്ക് ഹോൾഡേഴ്സിന്റെ നിര തന്നെ സൃഷ്ടിക്കാൻ ഈ പ്രോഗ്രാം കൊണ്ട് നമുക്ക് സാധിക്കും. ഓരോ ഡിസ്ട്രിബ്യൂട്ടറും TCകളാവുക, എന്നിട്ട് TC ഫാക്ടറി ആവുക. നമ്മളെ താഴെ കുറെ TC അബോ ലീഡേഴ്സ് വരുന്ന ഒരു ടീമായിട്ട് നമുക്ക് മാറ്റാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കും. ഫോക്കസ് ചെയ്യുക, പ്രവർത്തിക്കുക, ആരും വീട്ടിലിരിക്കരുത്. ഇനിയുള്ള ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും വളരെ വളരെ വിലപ്പെട്ടതാണ്. ഒരു സെക്കൻഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ഇന്നലത്തെ ദിവസം ഇനി നമുക്ക് ഒരിക്കലും കിട്ടൂല. ഇന്നലത്തെ സെക്കൻഡുകളും ഇന്നലത്തെ മണിക്കൂറുകളും ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരൂല. ഇനി വരാനുള്ള സമയം വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരൊക്കെയാണോ പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരൊക്കെ ഇതിൽ വലിയൊരു അച്ചീവറായിട്ട് മാറുന്നുണ്ടാകും. വിജയിച്ച ആളുകളൊക്കെ പ്രോഗ്രാമിലൂടെയാണ് വിജയിച്ചത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ അൽതാഫ് സാറാണെങ്കിലും നിഷാൻ സാറാണെങ്കിലും ഒക്കെ തീരുമാനമെടുത്തത് പ്രോഗ്രാമിൽ വെച്ചാണ്. അതിന്റെ ശേഷം അവരെന്താക്കി, വളരെ ശക്തമായി പ്രവർത്തിച്ചു. ഇന്ന് IIT NTCയും അതുപോലെ തന്നെ CTC ഒക്കെ ആകാൻ പോകുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ അൽതാഫ് സാറ്, അതുപോലെ തന്നെ അടുത്ത് തന്നെ ITC റാങ്ക് അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത എന്നെ പോലുള്ള ഒരുപാട് സാധാരണക്കാരായ ആളുകളെ ബിസിനസിന്റെ LKG മുതൽ പഠിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ബിസിനസ്സുകാരനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ നിഷാൻ സാറും, അതുപോലെ തന്നെ ആയിഷ മാഡം തുടങ്ങിയ സുഹൈബ് സാറും, അതുപോലെ തന്നെ ഇസ്മായിൽ സാറും തുടങ്ങിയ ഓരോ ലീഡേഴ്സും അവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കുള്ള ഓരോരോ അറിവുകളാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും കൈവിടരുത്. ഈ ബിസിനസ് ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. ഇടക്കിടക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ഇതിന് മാത്രമല്ല, എല്ലാ ബിസിനസ്സിലും ഉണ്ടാവും. ഇപ്പൊ നമ്മളെ തുണിഷാപ്പ് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഹർത്താൽ വരും, ബന്ദ് വരും, അതുപോലെ തന്നെ കൊറോണ വരും. ഈ സമയത്തൊക്കെ ബിസിനസ് ഒക്കെ പൂട്ടിപ്പോകുന്നുണ്ടാവും. എന്നാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലീഡേഴ്സിന്റെ കൈ മുറുകെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ അവർ ചെയ്ത അതേ കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ വിജയിക്കുകയാണെങ്കിൽ, അവർ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നേടാൻ പറ്റും. എല്ലാവരെയും ഹൈഫ്ലേസ് മീറ്റിംഗിൽ നിരന്തരം പങ്കെടുപ്പിക്കുക. GTS ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും ഇനി വരാൻ പോകുന്ന നമ്മുടെ വലിയ പ്രോഗ്രാം ആണെങ്കിലും അതൊക്കെ നമ്മളെ പ്രോഗ്രാം ആണെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ കട്ടൻ ചായ ഉണ്ടോ ബിരിയാണി ഉണ്ടോ എന്ന് നോക്കാതെ നമ്മളെ മൈൻഡ് സെറ്റിലേക്കുള്ള ഇന്ധനമാണ് അവിടെ കിട്ടുന്നത്. അവിടെ അറിവും വിശ്വാസവുമാണ് പമ്പ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് നമ്മുടെ ടീമിന് വാങ്ങിക്കൊടുക്കാനും നമുക്ക് വാങ്ങാനും കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്നും ഒരു എംപ്ലോയീസിന്റെ മൈൻഡിലായി നമ്മൾ സാധാരണ പോലെ തന്നെ പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മളെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അത് ചോദ്യം ചെയ്യാതെ. ഇന്ന് നിങ്ങൾ ഹൈഫ്ലേസ് മീറ്റിംഗ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ എന്തിനാ ഞാൻ എടുക്കണമെന്ന് ഞാൻ ചോദിക്കരുത്. എന്നിലൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ലീഡർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് MC ആയ സനൽ സാറ്, ഞാൻ ഇന്ന് പുതിയൊരു TC ആണ്, നിങ്ങളൊന്ന് ഇന്ന് നാളത്തെ മീറ്റിംഗിൽ MC ആകണം എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ ആകണമെന്ന് ചോദിച്ചിട്ടില്ല, ഉടനെ തന്നെ ഏറ്റെടുത്തു. ഒരു ഉത്തരവാദിത്വം വരുന്ന സമയത്ത് ചോദ്യം ചെയ്യാതെ ഏറ്റെടുക്കുന്നവർ ഇതിൽ അങ്ങേ അറ്റം വരെ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഏറ്റെടുക്കുക. അതിൽ ആരും ചോദ്യം ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന അവസരം എപ്പോഴും കിട്ടണമെന്നില്ല. കിട്ടുമ്പോ ആരൊക്കെയാണോ ചാടിപ്പിടിക്കുന്നത് അവർ ഇതിലൊരു അച്ചീവർ ആയിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും അറിവും അതുപോലെ തന്നെ വിശ്വാസവും ഒക്കെ സർവശക്തൻ തരട്ടെ. എല്ലാവരും ഇതിൽ വലിയ രൂപത്തിലുള്ള മുബീൻ സാർ ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ അതേ 10 ID നമ്പറിന്റെ നമുക്കും കിട്ടിയത്, അതേ പ്രൊഡക്റ്റുകളും അതേ കഫിനും കവചപ്രാശൊക്കെ തന്നെ നമുക്കും കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്യുക? അവർ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വെള്ളം ചേർക്കാതെ, ലീഡേഴ്സ് പറയുന്ന കാര്യത്തിൽ വെള്ളം ചേർക്കാതെ, നമ്മളെ ബുദ്ധിക്ക് ഇത് ചെയ്യാതെ ലീഡർമാരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഇതിൽ കോടീശ്വരനാക്കി മാറ്റാൻ പറ്റും. ഡയമണ്ടുകളും ക്രൗൺ ഡയമണ്ടുകളും ഒക്കെ ആയി മാറാൻ പറ്റും. എല്ലാവർക്കും അതിനുള്ള കഴിവും ശക്തിയും ഒക്കെ സർവശക്തൻ തരട്ടെ. നമ്മുടെ ബുദ്ധിശക്തിയിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാവാനുള്ള
പ്രോഗ്രാമുകളായിട്ട് നമ്മുടെ പ്രോഗ്രാമുകൾ മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ മെന്റർ, എന്റെ നിശാന്ത് സാറിനും അതുപോലെ തന്നെ ഓരോ ലീഡേഴ്സിനും, സക്സസ് ബറിയിലെ ഓരോ ലീഡേഴ്സിനും, പ്രത്യേകിച്ചും മനോജ് സാറ്, നമ്മുടെ ലതാ മാഡത്തിനും, നമ്മുടെ അച്ഛനും അമ്മയാണ്, അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ, ജയ് സക്സസ് ബറി ഗ്ലോബൽ. അസ്സലാമു അലൈക്കും.